ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഏരിയ, ഗുഡ് വിൽ. നമുക്ക് ഇനി പഠിക്കേണ്ട എന്തിനെ പറ്റിയാണ് ഡേ? ഗുഡ് വില്ലിനെ പറ്റിയാണ്. ഓക്കെ, ഗുഡ് വില്ലോട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറി കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ചിരുന്നാൽ മതി. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വില്ല് അഥവാ എക്സാമിന് എന്താണ് തിയറി ഏരിയ ആയിട്ട് ചോദിച്ചാൽ എഴുതാം. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. നീഡ് ഫോർ ദ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ഒക്കെ ഉണ്ട്. ഈ ഗുഡ് വിൽ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് ദ ഫേം, ഫേമിന്റെ വാല്യൂ. നമുക്കൊരു സ്ഥാപനം ഉണ്ടാവും, നമുക്കിപ്പോ ഒരു സ്ഥാപനമുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു സ്ഥാപനമുണ്ട്, എനിക്കൊരു പാർട്ണർഷിപ്പ് ഫേം ഉണ്ട്. ആ പറയുന്ന പാർട്ണർഷിപ്പ് ഫേമിന് എന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ സോളാറിന്റെ ബിസിനസ് ആണ്. എന്റെ ബിസിനസ് എന്താണ്? സോളാറിന്റെ ബിസിനസ് ആണ്. എനിക്കാണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമറിന് എന്താണോ അവരുടെ നീഡ് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അതിനനുസരിച്ചുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പൊ എന്റെ സ്ഥാപനത്തിന്റെ ഗുഡ് വിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം എന്താണ്? എന്റെ ഫേമിന്റെ വാല്യൂ ഇപ്പം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം കസ്റ്റമർ നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നു? എന്റെ പ്രോഡക്റ്റിൽ അട്രാക്ട് ആവുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു? ആ പറയുന്ന സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വഴി എന്താണ്? എന്റെ ബിസിനസിന്റെ ഗുഡ് വില്ല് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ദ ഫേമിന്റെ വാല്യൂ that can't be seen or touched. കാരണം ഗുഡ് വിൽ എന്താണ്? ഇറ്റ്സ് എ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓക്കെ, നമ്മളെ സ്ഥാപനത്തിന് എന്താണ് ഇത്ര ഗുഡ് വിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. എങ്ങനെ പറയാം? ആ ഫേമിന്റെ എങ്ങനെയാണോ ഫേം നിലനിൽക്കുന്നത്, ഫേം എങ്ങനെയാണ് പറഞ്ഞ സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അതനുസരിച്ച് ഫേമിന്റെ ഗുഡ് വിൽ ഇത്രയാണ് എന്ന് പറയാം. ബാലൻസ് ഷീറ്റിൽ എന്ത് കാണാം? അസറ്റ്സ് ആയിട്ട് ഗുഡ് വില്ലിന് വാല്യൂ ഉണ്ട്. ഗുഡ് വിൽ ആയിട്ട് നമ്മൾ ഒരു എമൗണ്ട് കാണിക്കും, പ്രസന്റ് വാല്യൂ ഓഫ് ദ ഫേം. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പാർട്ണർഷിപ്പില് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. എന്താണ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ് ഗുഡ് വിൽ സാധാരണ രീതിയിൽ വാല്യൂ ചെയ്യുന്നത്. ഒന്ന് ആവറേജ് പ്രോഫിറ്റ്സ്, 2 സൂപ്പർ പ്രോഫിറ്റ്സ്, 3 എന്താണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്, ആവറേജ് പ്രോഫിറ്റും ഉണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ആവറേജ് പ്രോഫിറ്റിനെയും സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ഓടിച്ച് നോക്കി പോകുന്നു. ഇല്ലസ്ട്രേഷൻ 9. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്ന വേർഡ് മനസ്സിൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യനിൽ ഒരു 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിരിക്കും. അതിന്റെ ആവറേജ് നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ ചോദ്യത്തിൽ ഇയേഴ്സ് ഓഫ് പർച്ചേസ്, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ്. വാട്ട് ഈസ് ദ വേർഡ് മീനിങ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്ഡ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ഗുഡ് വില്ല് ഇത്ര ആയത് കഴിഞ്ഞ 4 വർഷം കൊണ്ടാണ്. കഴിഞ്ഞ 4 വർഷം എടുത്താണ് ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ഗുഡ് വില്ല് ഇത്ര ആയത്. ഇപ്പൊ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് നമുക്കൊരു തുക കിട്ടും. ആ തുക എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ആണ്. അതിനെ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഗുണിക്കുമ്പോഴേ 4 വർഷത്തെ ഗുഡ് വില്ല് കിട്ടുള്ളൂ. അതാണ് ആവറേജ് പ്രോഫിറ്റ്സ് മെത്തേഡ്. ഈ പറയുന്ന ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഒക്കെ എന്താണ്? ഇങ്ങനെ ചോദ്യം വരാം. ഇതൊക്കെ എല്ലാ ബിസിനസ്സിലും അപ്ലൈ ആവോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഇതൊക്കെ എന്താണ്? കണക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതൊന്നും അങ്ങനെ ആപ്ലിക്കബിൾ ആവുന്ന ഒരു കേസല്ല. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് മോർ ഓവർ അത് കുറെയൊക്കെ ആപ്ലിക്കബിൾ ആവും. ഓക്കെ, ജസ്റ്റ് ഇതെന്താണ്? നമ്മൾ ആ ഒരു അക്കൗണ്ടിങ് ഇത് പണ്ടുതൊട്ടേ എന്താണ് സിലബസിലുള്ള ഏരിയസ് ആണ്. അതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വീണ്ടും കയറി വരുന്നു. ഓക്കെ, മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇല്ലസ്ട്രേഷൻ നമ്പർ 9, ഡീലിംഗ് വിത്ത് വാട്ട്? ആവറേജ് പ്രോഫിറ്റ്സ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആകുമ്പം ഒന്നുമില്ല, ഞാൻ ഇല്ലസ്ട്രേഷൻ 9 പറയുന്ന പോലെ എന്താണ്? ഇല്ലസ്ട്രേഷൻ 9 13, 14, 15, 16, 17 4 വർഷത്തെ എന്ത് തന്നിട്ടുണ്ട്? പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 5 കൊല്ലത്തെ 5 ഇയേഴ്സ് പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 5 വർഷത്തെ പ്രോഫിറ്റ് ടോട്ടൽ എടുക്കുക, സം എടുക്കുക, ഡിവൈഡ് ചെയ്യുക വിത്ത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ്. നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഈ പറയുന്ന ആവറേജ് പ്രോഫിറ്റ് കിട്ടിയത് കഴിഞ്ഞ ഈ പറയുന്ന ആവറേജ് പ്രോഫിറ്റിന് സമാനമായിട്ടുള്ള ഗുഡ് വില്ല് നമുക്ക് കഴിഞ്ഞ 4 വർഷമായിട്ടാണ് കിട്ടിയത്. ദാറ്റ് ഇസ് മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ്
പർച്ചേസിനോട് ഗുണിക്കാൻ നമുക്ക് എന്ത് കിട്ടും? ഗുഡ്വിൽ കിട്ടും. അതാണ് ഇവിടെ കിട്ടിയത് 4,38,600 ഇൻറ്റു ഗുഡ്വിൽ. ഈ പറഞ്ഞ എമൗണ്ട് നമുക്ക് കിട്ടിയത്. ഇന്ന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഡോണ്ട് വറി, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് നമ്മൾ പറയും. സൂപ്പർ പ്രോഫിറ്റ്സ് മെത്തേഡ്. ഈ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പ്രോഫിറ്റ് ഉണ്ട് ഇവിടെ. ആവറേജ് പ്രോഫിറ്റും ഉണ്ട്, നോർമൽ പ്രോഫിറ്റും ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്, നോർമൽ പ്രോഫിറ്റ് ഉണ്ട്, സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് ഞാൻ എടുക്കുന്നില്ല ഇവിടെ. സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനം. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സ്ഥാപനത്തില് സാധാരണ രീതിയിൽ കിട്ടുന്ന പ്രോഫിറ്റ്. സാധാരണ രീതിയിൽ കിട്ടുന്ന പ്രോഫിറ്റിനെ നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആവറേജ് പ്രോഫിറ്റ് എന്ന പേരിട്ടും വിളിക്കാം. കുഴപ്പമൊന്നുമില്ല. If you get a profit over and above the average profit, that is called what? Super profit. നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിന് കഴിഞ്ഞ എല്ലാ വർഷത്തിനെയും പ്രോഫിറ്റ് നോക്കുമ്പോൾ ആവറേജ് ഇത്ര പ്രോഫിറ്റ് സ്ഥാപനത്തിന് കിട്ടും എന്നൊരു കണക്ക് കിട്ടും. ആ പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ആ പറയുന്ന ആവറേജ് പ്രോഫിറ്റിനെക്കാളും ഓവർ ആൻഡ് എബവ് ഒരു എമൗണ്ട് കിട്ടിയാൽ, എന്താണ്? ഒരു എമൗണ്ട് കിട്ടിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൂപ്പർ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥാപനത്തില് കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. കറണ്ട് ഇയർ പ്രോഫിറ്റ് 50,000 രൂപയാണ്. കറണ്ട് ഇയർ പ്രോഫിറ്റ്, ഈ വർഷത്തെ പ്രോഫിറ്റ്. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ആ പറയുന്ന സ്ഥാപനത്തിന്റെ പ്രോഫിറ്റിനെ ആവറേജ് ആയിട്ട് നോക്കിയപ്പോൾ 35,000 രൂപയെ വന്നോളൂ. എത്ര വന്നോളൂ? 35,000 രൂപയെ വന്നോളൂ. That means this organization has earned a super profit. എത്ര രൂപ സൂപ്പർ പ്രോഫിറ്റ്? 15,000 സൂപ്പർ പ്രോഫിറ്റ് means what? 50k minus 35k. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ആണെങ്കിൽ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷനെ കൊടുത്തിട്ടുണ്ട്. ചില കേസുകളിൽ നോർമൽ പ്രോഫിറ്റ് തന്നിരിക്കും. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥാപനത്തില് നോർമൽ പ്രോഫിറ്റ് ഇക്വേഷൻ അത് എങ്ങനെ വന്നെന്ന് ഞാൻ ഒന്ന് പറയാം. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക ഇക്വേഷൻ. നമ്മളെ ചോദ്യത്തില് ക്യാപിറ്റല് എത്ര തന്നിരിക്കും? നമ്മളെ റേറ്റ് ഓഫ് റിട്ടേൺ, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് റേറ്റ് ഇത്രയാണെന്നൂടെ പറഞ്ഞിരിക്കും. ഓക്കെ, പ്രോഫിറ്റ് റേറ്റ്, നമ്മളെ റിട്ടേൺ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സ്ഥാപനത്തില് നമ്മളിപ്പോ ഒരു പാർട്ണർഷിപ്പില് ഞാനിപ്പോ 1.5 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇട്ടു. ഞാൻ ഇങ്ങനെ 1.5 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇട്ടതിന്റെ ഫലമായിട്ട് എനിക്ക് എല്ലാ വർഷവും 15,000 രൂപ വെച്ച് കിട്ടും. ദാറ്റ് മീൻസ് വാട്ട്? എനിക്ക് എത്ര കിട്ടുന്നു? 10% റിട്ടേൺ കിട്ടുന്നു. എനിക്ക് എന്ത് കിട്ടുന്നു? 10% റിട്ടേൺ കിട്ടുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. പാർട്ണർഷിപ്പിന്റെ കേസിൽ എടുത്താൽ, ഒരു പാർട്ണർഷിപ്പിന്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 50 lakhs എന്ന് വിചാരിച്ചോ. ആ പറയുന്ന പാർട്ണർഷിപ്പ് ഓരോ വർഷവും 5% പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. 5% പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് ഇറ്റ്സ് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, ഒരു സ്ഥാപനം സാധാരണഗതിയിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ക്യാപിറ്റലിനെ ബേസ് ചെയ്തല്ലേ നമുക്ക് പ്രോഫിറ്റ് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നതാണ്, ഇപ്പൊ നമ്മള് ഒരു സ്ഥാപനം തുടങ്ങിയില്ല, ഒരു പാർട്ണർഷിപ്പ് തുടങ്ങി, ബട്ട് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തില്ല. ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാത്ത പക്ഷം സെയിലും പർച്ചേസും കാര്യങ്ങളൊന്നും കാണത്തില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടേ ഇല്ല. പക്ഷെ നമ്മൾ ഒരാളോട് ചോദിക്കണം, നിങ്ങൾക്ക് നമ്മളിപ്പോ ഈ പറയുന്ന ഒരു പാർട്ണർഷിപ്പ് തുടങ്ങുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ഒരു പ്രോജക്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കണമെങ്കിൽ, നമ്മളിപ്പോ ഒരു പാർട്ണർഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത് പറ്റും? ലോൺ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ലോൺ എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഈ പറയുന്ന ബാങ്കുകാർ വരും, നിങ്ങൾ പ്രോജക്ട് റിപ്പോർട്ട് കൊണ്ടുപോവാ.
ഒരു പ്രോജക്ട് റിപ്പോർട്ട് കൊണ്ടുപോവാ. അപ്പൊ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എന്ത് ചെയ്യും, ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ പുള്ളി ആദ്യമേ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര എമൗണ്ട് ആണ് ഈ പറയുന്ന ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നിങ്ങൾക്ക് എത്ര റിട്ടേൺ കിട്ടും, എത്ര റിട്ടേൺ കിട്ടും? ഇപ്പൊ ഞാൻ പറയുന്നതാണ്, എനിക്ക് 10% റിട്ടേൺ കിട്ടും, ഞാൻ 15 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് എന്താണ്, എനിക്ക് എല്ലാ വർഷവും ഒരു 15,000 രൂപ എന്ത് കിട്ടും, പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ദാറ്റ് മീൻസ് മൈ നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, ആ നോർമൽ പ്രോഫിറ്റ് ദെൻ എന്റെ ആവറേജ് പ്രോഫിറ്റ് നല്ല 15 കുറവായിരിക്കും. കാരണം ഇത് ഈ നോർമൽ പ്രോഫിറ്റ് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചത്, ക്യാപിറ്റലിന്റെ ബേസിലാണ് കണ്ടുപിടിച്ചത്, വിത്തൗട്ട് കൺസിഡറിങ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് എന്തുമായിട്ട് വേർതിരിവ് ഉണ്ടാവും അതിന്, ആവറേജ് പ്രോഫിറ്റുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വിളിക്കും, സൂപ്പർ പ്രോഫിറ്റ് എന്ന പേരിട്ട് വിളിക്കും. ഇല്ലസ്ട്രേഷൻ ടോൾ നോക്കാം. ഇല്ലസ്ട്രേഷൻ ടോൾ ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ വായിച്ചോ, ഒരു മിനിറ്റ്. Illustration 12. The books of a business showed that the capital employed on December 31, 2015 5 lakhs and the profits for the last 5 years were 40,000, 50,000, 55,000, 70,000. രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഈ പറയുന്ന 5 lakh rupees ഈ പറയുന്ന 5 lakh rupees നമ്മൾ എന്ത് കണ്ടുപിടിക്കും ഇവിടെ? 5 lakh rupees എത്ര എന്ത് കണ്ടുപിടിക്കും? നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. പിന്നെ തന്നിരിക്കുന്ന 5 വർഷത്തെ എമൗണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ആ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത്? സൂപ്പർ പ്രോഫിറ്റ്. നമുക്ക് നോക്കാം. ഈ പറഞ്ഞ 10% റിട്ടേൺ എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? യെസ്, ലാസ്റ്റ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട്. 10% റിട്ടേൺ എന്ന് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ 10% എന്ന് പറയുമ്പോൾ 50,000 രൂപ നോർമൽ പ്രോഫിറ്റ്, ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ചെയ്യാൻ അറിയാം. അങ്ങനെ ചെയ്തപ്പോൾ എത്ര കിട്ടി? 60,000 രൂപയും കിട്ടി. 60,000 രൂപ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞത് ആവറേജ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും എപ്പോഴും, നോർമൽ പ്രോഫിറ്റ് എപ്പോഴും കുറവായിരിക്കും. സംഭവിക്കാൻ തിരിച്ച്. ഓക്കെ, കാരണം നമ്മളിപ്പോ ഒരു ബിസിനസ് ഓപ്പറേഷൻസ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് ആണ് നോർമൽ പ്രോഫിറ്റ്. ചിലപ്പോൾ നമ്മള് അതിനേക്കാളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും നമുക്ക് എന്ത് കിട്ടാം? പ്രോഫിറ്റ് കിട്ടാം. പ്രോഫിറ്റ് കിട്ടിയാൽ സൂപ്പർ പ്രോഫിറ്റ്. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് കിട്ടത്തില്ല. പിന്നെ നമുക്ക് നോർമൽ പ്രോഫിറ്റ് വെച്ച് നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്തായിട്ട് വരും. ആ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല നമുക്ക് തൽക്കാലത്തേക്ക്. ഓക്കെ, സൂപ്പർ പ്രോഫിറ്റിൽ നമ്മൾ എത്തി. സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കും. നമുക്ക് എത്ര സൂപ്പർ പ്രോഫിറ്റ് ഇതാട്ടി? 10,000 രൂപ സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. 10,000 രൂപ എന്ത് കിട്ടി? സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. വിച്ച് മീൻസ് വാട്ട്? ഈ പറയുന്ന തമ്മിന്റെ ഡിഫറൻസ്. ഗുഡ് വിൽ എത്രയാണ്? 10,000 ഇൻറ്റു 3 years ഓഫ് പർച്ചേസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. 3 years പർച്ചേസ്. അപ്പൊ ഈ പറഞ്ഞ 10,000 ഇൻറ്റു 3 നമുക്ക് കിട്ടും 30,000 രൂപ കിട്ടും. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഇത്രേ ഉള്ളൂ, സൂപ്പർ പ്രോഫിറ്റ് ഇത്രേ ഉള്ളൂ. ഇല്ലുസ്ട്രേഷൻ 13 കൂടെ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 13 പരീക്ഷകർ ചോദിച്ചാല്, ദ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ഓഫ് അനു ആൻഡ് ബെനു, നല്ല പേരുകൾ, ഈസ് 1 ലക്ഷം ആൻഡ് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 15%. Annual salary to partners is ₹6,000 each. The profits for the last 3 years were 30,000, 36, 42,000. Goodwill is to be added 2 years purchase. 2 വർഷത്തെ goodwill ആണ്. Of the last 3 years average profit. ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഈ 2, 3 മാറിപ്പോകരുത്. 2 ഉം 3 എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. The profits for the last 3 years, അല്ല, വാല്യൂടെ 2 years purchase for the last 3 years average profit. 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. 2 years purchase. ഗുഡ്വില്ലിന്റെ വാല്യൂ 2 വർഷത്തെ വാല്യൂ ആണ്. പോകുന്നു ക്വസ്റ്റ്യനിലേക്ക്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്ഥാപനത്തിന്റെ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആൻഡ് ദാറ്റ് നോർമൽ പ്രോഫിറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ വാട്ട്? ക്യാപിറ്റൽ. ക്യാപിറ്റൽ എംപ്ലോയിഡിനെ ബേസ് ചെയ്തായിരിക്കും എന്ത് വരുന്നത്? നോർമൽ പ്രോഫിറ്റ് വരുന്നത്. ചോദ്യത്തിലെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്ര രൂപ? 1 ലക്ഷം രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര? 1 ലക്ഷം രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്. 15% ഇൻട്രസ്റ്റ് മീൻസ് റിട്ടേൺ 15% പറഞ്ഞിട്ടുണ്ട്. 15,000 രൂപ എന്ത് കിട്ടി? റിട്ടേൺ കിട്ടി. 15% റിട്ടേൺ കിട്ടി. അപ്പൊ നമ്മൾ വിചാരിക്കും നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. സാർ നോർമൽ പ്രോഫിറ്റ് കിട്ടി, പക്ഷെ കിട്ടിയില്ല.
നോർമൽ പ്രോഫിറ്റ് കിട്ടിയില്ല. അതിന്റെ കൂടെ ഈ പറയുന്ന പാർട്ട്നേഴ്സിന്റെ സാലറിയും കൂടെ വരും. വൈ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നു. നമ്മൾ എവിടേക്ക് പോകുന്നു? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എത്തി നോക്കുന്നു. ക്യാപിറ്റലിലൂടെ കൂടുന്ന ഐറ്റത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യടെ? ക്രെഡിറ്റ് ചെയ്യും. സാലറി ടു പാർട്ട്നേഴ്സ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യോ ഡെബിറ്റ് ചെയ്യോ? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ആർക്ക് അവകാശപ്പെട്ടതാണ്? പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ട 1 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, 2 സാലറി. സാലറിയും കൂടെ എടുക്കണം. എത്ര രൂപ? 12,000 രൂപ. 6,000 into 2 ആണ് ആനുവൽ സാലറി ആണ്. 6,000 into 2 ആണ് ആനുവൽ സാലറി ആണ്. അപ്പൊ 27,000 ആണ് എന്ത് വരുന്നത്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആയിട്ട് വരുന്നത്. ഒരിക്കലും 15,000 അല്ല. നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ പാർട്ണർഷിപ്പ് ഫേം. ഇങ്ങനെ പറയാം, ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദ ബിസിനസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ എന്താണ് നോർമൽ പ്രോഫിറ്റ് എന്ന്. അപ്പൊ ചോദ്യം വരും, സാധാരണഗതിയിൽ നിങ്ങൾ ഇത്ര പ്രോഫിറ്റ് വരും. നമുക്കത് ക്യാപിറ്റലിനെ ബേസ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഓപ്പറേഷൻസിന്റെ ബേസ്, നമ്മളിപ്പോ സെയിലും പർച്ചേസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് P&L അക്കൗണ്ടിന്റെ ബേസ് ചെയ്ത് എടുത്താൽ ദാറ്റ് ഈസ് ആക്ച്വൽ പ്രോഫിറ്റ്. നമുക്ക് വേണ്ടത് എന്താണ്? നോർമൽ പ്രോഫിറ്റ് ആണ് വേണ്ടത്. സാധാരണഗതിയിൽ എത്ര പ്രോഫിറ്റ് കിട്ടും? ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് എന്താണ്? ഏകദേശം ആക്ച്വൽ പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷേ ആവറേജ് പ്രോഫിറ്റ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്തിന്? നോർമൽ പ്രോഫിറ്റ്. കാരണം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട്? ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാരണം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, 27,000 നമുക്ക് എന്ത് കിട്ടി? നോർമൽ പ്രോഫിറ്റ് കിട്ടി. ആവറേജ് പ്രോഫിറ്റ് 3 വർഷത്തെ പ്രോഫിറ്റ് ഉണ്ട്. 30, 36, 42. 3 കൂടെ കൂട്ടുക, ഡിവൈഡ് ബൈ 3. 36,000 is the average profit. 36,000 is the average profit. Means what? Super profit is equal to rupees 9,000. 2 വർഷത്തെ ഗുഡ്വിൽ ആണ്. into 2 means 18,000 is the value of goodwill. ഓക്കെ ആണോ? Then capitalization method. Capitalization of average profit ഉണ്ട്, സൂപ്പർ പ്രോഫിറ്റ് ഇല്ലേടാ പഠിക്കാൻ? രണ്ടും കാണണമല്ലോ. ഉണ്ട്. Capitalization method എന്ന് പറഞ്ഞാൽ, under this method, the value of goodwill is ascertained by deducting the actual capital employed, net assets in the business from the capitalized value of the average profits on the basis of normal rate of return. വേറൊന്നുമില്ല. നമ്മൾ നേരത്തെ ഒരു സംഭവം കണ്ടുപിടിച്ച്. എന്താണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്? ഈ പറയുന്ന ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ റിട്ടേൺ നമ്മൾ കണ്ടുപിടിച്ചു. ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ റിട്ടേൺ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ റിട്ടേൺ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് ഒരു ക്വസ്റ്റ്യൻ? ഓക്കെ, ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ റിട്ടേൺ നമ്മൾ കണ്ടുപിടിച്ചു. ആ റിട്ടേണും നമ്മൾ ഈ പറയുന്ന നമ്മൾ നേരത്തെ കേസിൽ എന്താണ് ചെയ്തത്? നമ്മൾ ഈ പറയുന്ന നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ പറയുന്ന ക്യാപിറ്റലിന്റെ നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒരു പെർസെന്റേജ് ആയി നോർമൽ പ്രോഫിറ്റ് ആണ് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, നിങ്ങൾ ആവറേജ് പ്രോഫിറ്റ് ഇത്രയാണ്, നിങ്ങൾ റിട്ടേൺ ഇത്രയാണ്. അതിനൊന്ന് ക്യാപിറ്റലൈസ് ചെയ്യുക. ക്യാപിറ്റലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക, ഗുഡ്വിൽ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം. സൂപ്പർ പ്രോഫിറ്റ് അങ്ങനെ തന്നെയാണ്. നോർമൽ പ്രോഫിറ്റ്, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് സൂപ്പർ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? ക്യാപിറ്റലൈസ് ചെയ്യുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Illustration number 50. The goodwill of a firm is to be worked out at 3 years purchase of the average profit last 5 years, which are as follows. ഇയർ ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഇതിന് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്ന് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. കുഴപ്പമൊന്നുമില്ല. രണ്ടും കണ്ടുപിടിക്കണമെന്ന് തോന്നുന്നു. സൂപ്പർ പ്രോഫിറ്റും ഉണ്ട്, ആവറേജ് പ്രോഫിറ്റും ഉണ്ട്.
The capital employed of the firm is rupees 1 lakh and normal rate of return is 8%. Average profit for the last 5 years are rupees 12,000. അത് തന്നിട്ടുണ്ടോ? 10, 25, 29, 35, 30. അവർ തന്നിട്ടുണ്ട് 12,000 രൂപയാണ് കിട്ടുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദ ഗുഡ് വിൽ ഈസ് ടു വർക്ക് ഔട്ട് 3 years പർച്ചേസ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ നമ്മളോട് സൂപ്പർ പ്രോഫിറ്റ് വർക്ക്ഔട്ട് ചെയ്യണം. ബിസിനസ് യൂസിങ് ദ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണ് ഈ കണക്ക്. ഓക്കെ, എന്തോ ആവട്ടെ. ആവറേജ് പ്രോഫിറ്റ് കിട്ടി, നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ പ്രോഫിറ്റ്, ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര രൂപ? 6,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. ഓരോന്നും ഓരോ കേസ് ആണ് കേട്ടോ. സോറി, ഓരോന്നും ഓരോ കേസാണ്. ആദ്യം ജസ്റ്റ് ഒന്ന് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അങ്ങനെ അങ്ങ് ചെയ്യാനാണ്. ഓക്കെ, ഫസ്റ്റ് ഈ പറഞ്ഞ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണ്. നമുക്കത് അറിയാം, നമ്മളത് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 6,000 ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ പറയുന്ന നോർമൽ പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനിലുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 1 ലക്ഷം, അപ്പൊ 8%. എത്ര രൂപ? 8,000 രൂപ. നോർമൽ പ്രോഫിറ്റ് 10,000 രൂപ. എന്ത് കിട്ടി? സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. 10,000 രൂപ. 10,000 രൂപയല്ല സൂപ്പർ പ്രോഫിറ്റ് കിട്ടുന്ന. അല്ല, ആവറേജ് 12,000 ആണ്. ഓക്കെ, 4,000 രൂപ സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അതിൽ നിന്ന് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 3 ആണ്. ഗുണിക്കുമ്പോൾ ഇത് കിട്ടി. ഇത് എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണ്. ഇത് ഞാൻ 3 മെത്തേഡ് ഒരുമിച്ച് ഇടുന്ന ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റത്തെ കേസ് ഐ തിങ്ക് ദാറ്റ് ഈസ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആണ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനില് എന്തുണ്ട്? രാമ മെത്തേഡ്സ് ആണ്. ആവറേജ് പ്രോഫിറ്റ് rupees 30,000 വിത്ത് ക്യാപിറ്റൽ ഓഫ് rupees 2 lakh. നോൺ റേറ്റ് ഓഫ് റിട്ടേൺ 10%. അപ്പൊ ചോദ്യത്തില് ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 30,000 ഈസ് ദ ആവറേജ് പ്രോഫിറ്റ്. നോൺ പ്രോഫിറ്റ് എത്രയാണ്? 2 lakhന് 10%, 20,000. സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 10,000. സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 10,000. ഗുഡ്വിൽ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഈ പറയുന്ന സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നതായിരിക്കും എന്ത്? ഗുഡ്വിൽ. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഒന്നുമില്ല. സൂപ്പർ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. സൂപ്പർ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 10% റിട്ടേൺ ആണ് എന്ത് കിട്ടിയത്? നോർമൽ പ്രോഫിറ്റ് കിട്ടിയത് 10% റിട്ടേൺ ആണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 10,000 സൂപ്പർ പ്രോഫിറ്റ് 10% കിട്ടിയെങ്കിൽ 100% ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്വിൽ എത്ര? ചോദിക്കും എത്ര രൂപ വരും? എത്ര രൂപ വരും? 1 ലക്ഷം രൂപ വരും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് യുവർ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10%. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 10% ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. ദെൻ സെക്കൻഡ് കേസ്, നിങ്ങൾ ആവറേജ് പ്രോഫിറ്റ് ഇത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസ് എടുക്കുന്നത് സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. 10,000 രൂപ സൂപ്പർ പ്രോഫിറ്റ് എപ്പോഴാണ് കിട്ടിയത്? 10% റിട്ടേൺ ഉള്ള കേസിലാണ് 10,000 രൂപ സൂപ്പർ പ്രോഫിറ്റ് കിട്ടിയത്. എന്നാൽ നമ്മളുടെ സ്ഥാപനത്തിന്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 100. 100% റിട്ടേൺ കിട്ടുമല്ലോ. ഇപ്പൊ നമ്മൾ 10 എന്ന് പറയുമ്പോൾ എന്താണ്? 1/10 പോർഷൻ ഓഫ് വാട്ട്? 1/10 പോർഷൻ ഓഫ് വാട്ട്? ഈ പറയുന്ന ടോട്ടൽ ഗുഡ്വിൽ. ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്വില്ലിന് ഒരു പോർഷനേ ആയുള്ളൂ. നമുക്ക് എന്ത് വേണം? ബാക്കിയുള്ള പോർഷനും കൂടെ വേണം. ബാക്കിയുള്ള 90 കൂടെ നമുക്ക് വേണം. ആ 90 കൂടെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് വരുന്നത്? ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്വിൽ ആയിട്ട് മാറുന്നത്. ഓക്കെ, അതാണ് ഗുഡ്വില്ലിന്റെ കണക്കുകൾ. ഇല്ലുസ്ട്രേഷൻ 15 നോക്കിയോളാം. ഇല്ലുസ്ട്രേഷൻ 15 ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയോളാം. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ഗുഡ്വിൽ. ഇനി ഗുഡ്വില്ലിന്റെ മെയിൻ ഏരിയയിലോട്ട് പോകുന്നതാണ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ. എന്താണ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ? ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ കഴിഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ട് തുടങ്ങും. റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകും. അത് പെട്ടെന്നൊന്ന് പറയാത്. 2 മെത്തേഡിലാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് അസർട്ടൈൻ ചെയ്യുന്നത്, കാൽക്കുലേറ്റർ അല്ല, അസർട്ടൈൻ ചെയ്യുന്നത്. ഒന്ന് അവിടെ കിടക്കുന്ന ആരാണ്? പ്രീമിയം മെത്തേഡ്. 2 കുറച്ച് താഴോട്ട് വരുമ്പോൾ ഒരു സാധനമുണ്ട്. കുറച്ച് താഴോട്ട് വരുമ്പോൾ ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. മെത്തേഡ് റീവാലുവേഷൻ മെത്തേഡ്. ഇവിടെ താഴെ ഇവിടെ ഉണ്ടായിരുന്നു. എനിവേ നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെ മെത്തേഡ് ഉണ്ട്? പ്രീമിയം മെത്തേഡ് ഉണ്ട്, റീവാലുവേഷൻ മെത്തേഡ് ഉണ്ട്.
പ്രീമിയം മെത്തേഡില് the incoming partner will brought a share. അതേ ഷെയർ എന്തായിട്ട് കൊണ്ടുവരും? ഗുഡ്വിൽ ഷെയർ എന്തായിട്ട് കൊണ്ടുവരും? ക്യാഷ് ആയിട്ട് കൊണ്ടുവരും. ആൻഡ് ദാറ്റ് പാർട്ട് ഓഫ് ഗുഡ്വിൽ വിൽ ബി വിഡ്രോൺ ബൈ ആര്? 50%, 100% ആര് വിഡ്രോൺ ചെയ്തുകൊണ്ട് പോകും? ഈ പറയുന്ന എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ഞാൻ നേരത്തെ ഓൾഡ് റേഷ്യോ പറയുന്നത് തോന്നുന്നു, തെറ്റാണ്. സാക്രിഫൈസിങ് റേഷ്യോയിലാണ് വീതിച്ചുകൊണ്ട് പോകുന്നത്. സാക്രിഫൈസിങ് റേഷ്യോയിലാണ് എന്ത് ചെയ്തത്? വീതിച്ചുകൊണ്ട് പോകുന്നത്. സാക്രിഫൈസിങ് റേഷ്യോയിലാണ് എന്ത് ചെയ്തുകൊണ്ട് പോകുന്നത്? വീതിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, ലൈവ് ക്ലാസ് ആണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഇനി കുഴപ്പമില്ല. ഓക്കെ, പ്രീമിയം മെത്തേഡിൽ എന്താണ് ഞാൻ പറഞ്ഞത്? പ്രീമിയം മെത്തേഡിൽ രണ്ട് കേസാണ് പറഞ്ഞത്. രണ്ട് സംഭവങ്ങൾ പ്രീമിയം മെത്തേഡിൽ വരുള്ളൂ. ഒന്ന്, ഗുഡ്വിൽ വിൽ ബി ബ്രോട്ട് ഔട്ട് ബൈ ദ ഇൻകമിംഗ് പാർട്ണർ ഇൻ ഫോം ഓഫ് വാട്ട്? ക്യാഷ്. രണ്ട്, ദ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് വിൽ വിഡ്രോ ദാറ്റ് ഗുഡ്വിൽ ഇൻ ദ സാക്രിഫൈസിങ് റേഷ്യോ. രണ്ട് ജേർണൽ എൻട്രി വരും. ഗുഡ്വില് കൊണ്ടുവരുമ്പോൾ എന്താണ് എൻട്രി? പറ. ഗുഡ്വില് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു വാട്ട്? ഗുഡ്വിൽ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ. രണ്ട്, ഗുഡ്വില് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എടുത്തുകൊണ്ട് പോയി. ഗുഡ്വിൽ എന്താവും? ക്രെഡിറ്റ് ചെയ്ത ഗുഡ്വിൽ എന്താവും? ഡെബിറ്റ് ആവും ബൈ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇവിടെ പ്രധാനമായിട്ടും രണ്ട് ചോദ്യങ്ങൾ വരാം. സാർ, എന്തുകൊണ്ടാണ് ഗുഡ്വില്ലിനെ ഫസ്റ്റ് കേസിൽ ക്രെഡിറ്റ് ചെയ്തത്? ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ അസറ്റ് അല്ലേ? രണ്ടാമത്തെ കേസിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഗുഡ്വിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് സ്ഥാപനത്തിന്റെ അസറ്റ് അല്ലല്ലോ, അസറ്റ് കുറയല്ലേ ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. നമ്മുടെ മനസ്സിൽ തോന്നിയ എന്തോ, നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ഉത്തരം ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടി കാണും. ഓക്കെ, ഗുഡ്വിൽ ആര് കൊണ്ടുവന്നു? ഈ പറഞ്ഞ ഇൻകമിംഗ് പാർട്ണർ കൊണ്ടുവന്നു. അദ്ദേഹം കൊണ്ടുവന്ന ഗുഡ്വില് സ്ഥാപനത്തിന് അസറ്റാണ്. ബട്ട് ഇറ്റ് ഈസ് ബ്രോട്ട് ബൈ വാട്ട്? ക്യാഷ്. അതെങ്ങനെയാണ് കൊണ്ടുവന്ന? ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ബാങ്ക് വഴിയാണ് പൈസ കൊണ്ടുവന്നത്. ആ പറയുന്ന പൈസ പുള്ളി ഈ പറഞ്ഞ സ്ഥാപനത്തിൽ ഇറങ്ങി പോകുന്ന സമയത്ത് പുള്ളിക്ക് എന്ത് കൊടുക്കണം? തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത പാർട്ണർഷിപ്പ് ഫേമിനുണ്ട്. സോ ദാറ്റ് ഗുഡ്വിൽ ഈസ് ക്രെഡിറ്റഡ്. ക്യാഷ് അക്കൗണ്ട് ക്യാപിറ്റൽ, ആ സെയിം കേസ് തന്നെ. രണ്ട്, എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ഗുഡ്വിൽ എടുത്തുകൊണ്ട് പോയപ്പോ ഗുഡ്വിൽ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. വേറെ ഒന്നും കൊണ്ടല്ല, ആ പറയുന്ന ഇൻകമിംഗ് പാർട്ണർ കൊണ്ടുവന്ന ഗുഡ്വില്ലിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഡെബിറ്റ് ചെയ്തത്. രണ്ട്, എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ഇൻകമിംഗ് പാർട്ണർ കൊണ്ടുവന്ന ഗുഡ്വില്ല് എടുത്തുകൊണ്ട് പോയാൽ മാത്രമേ ബാലൻസ് ഷീറ്റിൽ ആ പറയുന്ന ഗുഡ്വില്ല് വരുള്ളൂ. കാരണം ആ പറയുന്ന ഗുഡ്വില്ലിനെ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു, ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നു. മീൻസ് ഈ പറയുന്ന എമൗണ്ട് എന്നാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ പറയുന്ന ഇൻകമിംഗ് പാർട്ണർ എന്ന് പറയുന്ന വ്യക്തി എന്ത് കൊണ്ടുവന്നു? ക്യാഷ് ആയിട്ട് ഗുഡ്വില്ല് കൊണ്ടുവന്നു. അപ്പൊ ദിസ് എമൗണ്ട് ഇസ് കെപ്റ്റ് ആസ് വാട്ട്? ഗുഡ്വിൽ ആയിട്ട് ഒരു എമൗണ്ട് കൊണ്ടുവന്ന എമൗണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഈ പറയുന്ന എമൗണ്ടിനെ ലയബിലിറ്റി സൈഡിൽ കിടക്കുകയാണ്. ഇപ്പൊ ക്യാപിറ്റൽ ആയിട്ട് കിടക്കുകയാണ്. ഗുഡ്വിൽ ഇസ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ. ഈ പറയുന്ന ക്യാപിറ്റലില് ആരെടുത്തോണ്ട് പോകും? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് സാക്രിഫൈസിങ് റേഷ്യോ എടുത്തോണ്ട് പോകണം. മീൻസ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് നടക്കണം. അപ്ലൈ ചെയ്യും? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് അപ്ലൈ ചെയ്യണം ആ പറയുന്ന ഫണ്ടിനെ. എങ്ങോട്ട് അപ്ലൈ ചെയ്യും? പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് അപ്ലൈ. അങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ പറയുന്ന ഗുഡ്വില്ല് അസറ്റ് ആയിട്ട് ഈ പറയുന്ന പാർട്ണർഷിപ്പ് ഫേമിന്റെ ബിസിനസ് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ആ പറഞ്ഞ ഗുഡ്വിൽ എന്തിനു തുല്യമാണ്? പുള്ളി ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അതെന്താണ്? ക്യാപിറ്റലിന് തുല്യമാണ്. ആ പറയുന്ന എമൗണ്ട് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ആ പറയുന്ന ഗുഡ്വിൽ എവിടെ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ? ഈ പറയുന്ന പാർട്ണർഷിപ്പിന്റെ ബാലൻസ് ഷീറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായിട്ട്? അസറ്റ് ആയിട്ട്. ഓക്കെ, ബസ് ഞാൻ എന്റെ ഈ പറഞ്ഞ ജേർണൽ എൻട്രിയിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുണ്ട്.
Then revaluation method. Revaluation method. Okay, revaluation method. Revaluation method സംഭവിക്കുന്ന കാര്യം. Revaluation method സംഭവിക്കുന്ന കാര്യം. Revaluation method സംഭവിക്കുന്ന കാര്യം. ഈ പറയുന്ന പാർട്ണർ എന്ന് പറയുന്ന വ്യക്തി, ഇൻകമിംഗ് പാർട്ണർ എന്ന് പറയുന്ന വ്യക്തി ക്യാഷ് ആയിട്ട് ഗുഡ്വിൽ ഒന്നും കൊണ്ടുവരത്തില്ലേ? ക്യാഷ് ആയിട്ട് ഗുഡ്വിൽ ഒന്നും കൊണ്ടുവരത്തില്ല. അദ്ദേഹം he will show an interest on the existing goodwill of the business. അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ആ സ്ഥാപനത്തിലുള്ള ഗുഡ്വിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും? ഒരു ഇൻട്രസ്റ്റ് കാണിക്കും. ഇൻട്രസ്റ്റ് കാണിക്കും. അങ്ങനെ ഇൻട്രസ്റ്റ് കാണിച്ചാൽ നിങ്ങൾ തന്നെ പറ, അങ്ങനെ ഇൻട്രസ്റ്റ് കാണിച്ചാൽ ഈ പറയുന്ന എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആ പറയുന്ന ഗുഡ്വില്ലിന് ഒരു ഷെയർ എങ്കിലും ഈ പറയുന്ന പുതിയ പാർട്ണർ കൊടുക്കുമോ? കൊടുക്കത്തില്ല. കാരണം എന്താണ്? അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഗുഡ്വില്ലാണത്. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന പുള്ളി ചോദിച്ചു വരാമ്പോ മറ്റേ പുള്ളി എന്ത് പറയുന്ന, മറ്റേ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് എന്ത് പറയുന്ന അറിയോ? നിങ്ങൾക്ക് ഒരു ഷെയറും തരുന്നില്ല, ഇവിടുത്തെ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ എടുക്കുന്നു. ഇവിടുത്തെ എക്സിസ്റ്റിംഗ് ഗുഡ് നമ്മൾ എന്ത്, നമ്മൾ ഷെയർ തരത്തോളാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരുമിച്ച് അധ്വാനിച്ച് പുതിയ ഗുഡ്വിൽ ഉണ്ടാക്കാം. ഒരുമിച്ച് അധ്വാനിച്ച് പുതിയ ഗുഡ്വിൽ ഉണ്ടാക്കാം. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഗുഡ്വില് ആര് കൊണ്ടുവന്നില്ല? അല്ല, ഗുഡ്വിൽ ഫസ്റ്റ് കേസിൽ ആര് കൊണ്ടുവന്നു? ഈ പറയുന്ന ക്യാഷ് ആയിട്ട് ആര് കൊണ്ടുവന്നു? എക്സിസ്റ്റിംഗ് പാർട്ണർ കൊണ്ടുവന്നു. ഇൻകമിംഗ് പാർട്ണർ കൊണ്ടുവന്നു. പുള്ളി കൊണ്ടുവന്ന ഗുഡ്വിൽ ആർക്ക് അവകാശപ്പെട്ടത്? ആർക്ക് എടുത്തോണ്ട് പോവാം? 50% അല്ലെങ്കിൽ 100% എന്തോ ആവട്ടെ, ആർക്ക് എടുത്തോണ്ട് പോവാം? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് എടുത്തോണ്ട് പോവാം, ഓൾഡ് പാർട്ട്നേഴ്സിന് എടുത്തോണ്ട് പോവാം. ഇങ്ങനെ എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ട് വെക്കാനൊന്നും അല്ല കൊണ്ടുപോകുന്നത്. അവരെ എന്തിനാണ് അത് എടുത്തോണ്ട് പോകുന്നത് പറഞ്ഞാൽ ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അവരങ്ങനെ അതൊരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ മനസ്സിലാക്കുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. ഒരു പുള്ളി എന്ത് ചെയ്യുന്നു? കുറെ പൈസ നമ്മുടെ ബിസിനസ് കുറെ പൈസ നമുക്ക് എന്ത് ചെയ്യുന്നു? ലോൺ ആയിട്ട് തരുന്നു. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കും, നമുക്ക് ഒരു ബാങ്ക് ലോൺ തരുന്നു. ഈ പറയുന്ന ലോൺ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോൺ നമ്മൾ വിഡ്രോ ചെയ്ത് പോക്കറ്റ് വെച്ചാൽ മാത്രമേ അത് എന്താവുള്ളൂ? ക്യാഷ് ഇൻ ബാങ്ക് ആവുള്ളൂ, അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആവുള്ളൂ. ആ പറ സിറ്റുവേഷൻ ആണ്. ഒരു ബാങ്ക് നമുക്ക് എന്ത് തന്നു? ലോൺ തന്നു. ലോൺ തന്ന പൈസ അവിടെ കിടക്കുകയാണെങ്കിൽ അത് എന്താണ്? എന്ന് വന്നും ലോണായിട്ട് ബാലൻസ് ഷീറ്റ് എന്തായിട്ട് കിടക്കും? ലോൺ എന്ന് പറഞ്ഞ് കിടക്കും. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞ് കിടക്കും. ഈ പറയുന്ന സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. എങ്ങനെ അപ്ലൈ ചെയ്യണം? നമ്മൾ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് നമ്മൾ വേറെ ഏത് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അസറ്റ് വാങ്ങി, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായി. അതാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ വീട്ടിൽ കൊണ്ട് വയ്ക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ കേസ് റീവാലുവേഷൻ മെത്തേഡിൽ ഈ പറയുന്ന പുള്ളി, ഏത് പുള്ളി? ഇൻകമിംഗ് പാർട്ണർ ഒരൊറ്റ പൈസ പോലും ഗുഡ്വില്ലായിട്ട് കൊണ്ടുവന്നില്ല. അദ്ദേഹം മനസ്സിലായിരിക്കും, ഓക്കെ ഗുഡ്വിൽ നിന്ന് കൊണ്ടുവരണ്ട, ആ പറയുന്ന അവരെന്ത് ചെയ്യും? എനിക്കൊരു ഷെയർ തരും. അവർ തരത്തില്ലടേ. അവരെന്ത് ചെയ്യും? ആ പറയുന്ന ഗുഡ്വില്ല്, അവിടെയുള്ള എക്സിസ്റ്റിംഗ് ഗുഡ്വില്ല് അവരവരുടെ റേഷ്യോയിൽ എന്ത് ചെയ്യും? എടുത്തോണ്ടങ്ങ് പോകും. എന്നിട്ട് പറയും, നമുക്കിനി ഒരുമിച്ച് അധ്വാനിച്ച് എന്ത് ചെയ്യാം? പുതിയ ഗുഡ്വില്ല് ഉണ്ടാക്കാം. ഓക്കെ, ഗുഡ്വില്ല് ഫുൾ വാല്യൂ റേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എടുത്തോണ്ട് പോകും. മനസ്സിലാവാൻ വേണ്ടിയാണ് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ കുറെ ജേർണൽ എൻട്രിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു നോക്കുക. ഓക്കെ, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 20. ഇല്ലസ്ട്രേഷൻ നമ്പർ 20. അതൊന്നുമില്ലേ, 3 കേസിലും ഇപ്പം ഗുഡ്വില്ലിന്റെ വാല്യൂ ഇപ്പൊ ചോദ്യത്തിൽ പല രീതിയിലുണ്ട്. ഗുഡ്വിൽ എത്രയാണെന്ന് ചോദ്യത്തിൽ പറയുന്നില്ല. ഗുഡ്വിൽ എത്രയാണെന്ന് ചോദ്യത്തിൽ പറയുന്നത്, നിങ്ങൾ ചോദ്യത്തിൽ ഇങ്ങനെ പറയുന്നതാണ്, whether there is no goodwill appear in the books of accounts. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഗുഡ്വിൽ ഇല്ല, പക്ഷെ സ്ഥാപനത്തിൽ ഗുഡ്വിൽ ഉണ്ട് താനും എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ പറയും ജേർണൽ എൻട്രി പാസ് ചെയ്യാൻ പറയുന്നത് എങ്ങനെയാണ്? 3 സിറ്റുവേഷൻ, ഇത് കണക്ക് 3 സിറ്റുവേഷൻസ്. റീവാലുവേഷൻ മെത്തേഡിലാണ് ഈ പറഞ്ഞ 3 സിറ്റുവേഷൻ വരുന്നത്. ഒന്ന്, there is no goodwill in the books of accounts. ഓക്കെ, ഗുഡ്വിൽ വേണ്ട, പക്ഷെ അവിടെ എന്തുണ്ട്? ഗുഡ്വിൽ ഉണ്ട്. കാരണം ഫേമിന്റെ ഗുഡ്വിൽ എന്ത് ചെയ്യും? എന്തായാലും വാല്യൂ, ദാറ്റ് ഈസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ദ ഫേം. ഗുഡ്വിൽ വാല്യൂ ചെയ്യും.
ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ എക്സാമ്പിൾ എന്താണ് 30,000 രൂപ. ഈ 30,000 രൂപ എന്ത് ചെയ്യൂടെ, ആ പറയുന്ന എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അവർ ഓൾറെഡി റേഷ്യോയിൽ വിധിച്ചിടുന്നുണ്ട് പോകും. ഇൻ കേസ് ചോദ്യത്തിൽ പറയുന്നു 15,000 രൂപയെ ഗുഡ്വില്ലുള്ളൂ, ഓക്കെ മതി. അത്രത്തോളം ഗുഡ്വിൽ ആര് വിഡ്രോ ചെയ്തുകൊണ്ട് പോകും, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകും. 36,000 ആണ്. 36,000 ആണെങ്കിൽ എത്ര വരെ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, 30,000 രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ വിഡ്രോ ചെയ്തത്? യെസ്, അങ്ങനെ തന്നെയാണ് വിഡ്രോ ചെയ്തത്. ഓക്കെ, അങ്ങനെയല്ലേ വിഡ്രോ ചെയ്തത്. ഈ കേസിൽ അവർ എന്തോ എഗ്രി ചെയ്യുന്ന എന്തോ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് അങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത്. പക്ഷെ ആ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു അഡീഷണൽ ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ, ഓക്കെ, 30,000 വരെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 36,000 വരെ ഗുഡ്വിൽ വാല്യൂ ഉണ്ടെങ്കിൽ അത്രത്തോളം വിഡ്രോ ചെയ്യാം. ഇനി റീവാല്യൂഷൻ അക്കൗണ്ടിലോട്ട് കിടക്കാം. റീവാല്യൂഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഏരിയയിലോട്ട് കിടക്കാം. റീവാല്യൂഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. ഞാനൊന്ന് പെട്ടെന്ന് പറയാം ഈ കാര്യങ്ങളൊക്കെ. റീവാല്യൂഷൻ നമുക്കൊരു ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യാടെ. റീവാല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ. ഐ വാണ്ട് എ ക്വസ്റ്റ്യൻ. ഇല്ലുസ്ട്രേഷൻ നമ്പർ 28 അത് തന്നെ ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 28 അതാകുമ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്, നമുക്ക് ചെയ്യാം. ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 28. നിങ്ങൾ ഈ പറയുന്ന റീവാല്യൂഷൻ മെത്തേഡിനെ പ്രീമിയം മെത്തേഡിനെ ഗുഡ്വില്ലിനെ ജേണൽ എൻട്രീസ് ഞാൻ പറഞ്ഞില്ല, സമയത്തിന്റെ പരിമിതി മൂലമാണ് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാത്തത്. പക്ഷെ അത് നോക്കണേ, ഞാൻ പറയുന്ന ലോജിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക് ഉണ്ടല്ലോ, ആ പറഞ്ഞ ലോജിക് കൃത്യമായി അപ്ലൈ ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കണേ. ഇല്ലുസ്ട്രേഷൻ നമ്പർ 28. ഓക്കെ, എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണ്. സി എന്ന് പറയുന്ന വ്യക്തി അഡ്മിറ്റ് ചെയ്തു 1/4 ആണ് ഷെയർ ഇൻ പ്രോഫിറ്റ്സ്. 1/4 ആണ് ഷെയറിംഗ്. സിയിൽ അഡ്മിറ്റ് ഉണ്ട് ഫോം ദ ഫേം വിത്ത് 1/4 ആണ് ഷെയർ ഇൻ പ്രോഫിറ്റ്സ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ന്യൂ റേഷ്യോ എത്രയുടെ, ഇവിടുത്തെ ഓൾഡ് റേഷ്യോ എത്ര, ഓൾഡ് റേഷ്യോ 2:1. ന്യൂ റേഷ്യോ എന്തായിട്ട് വരും, 2:1:1 ആയിട്ടും വരും. ഓക്കെ, ഓക്കെ, then he will bring in rupees 30,000 as capital and capitals of A and B are to be adjusted in the profit sharing ratio. നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽസ് ഞാൻ പറഞ്ഞില്ലേ, ആ സംഭവം വരുവേ പറയാം. ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി ഒക്കെ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ജേണൽ എൻട്രി പറ്റിയൊന്നും പറയുന്നില്ല, നേരെ റീവാലുവേഷൻ അക്കൗണ്ടിലോട്ട് പോകുന്നു. റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പോകുന്നു. അതിന് മുന്നേ അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. സി വിൽ ബ്രിങ് ഇൻ rupees 12,000 as a share of goodwill. സി എന്ന് പറയുന്ന വ്യക്തി എന്താണ്, 12,000 രൂപ ഗുഡ്വിൽ ആയിട്ട് കൊണ്ടുവരും. ബിൽഡിംഗ് റീവാല്യൂ ചെയ്തു 45,000 രൂപയും മിഷനറി 23,000 രൂപയായിട്ട് മാറി. അവിടെ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ്, ലയബിലിറ്റി ഒരു പ്രൊവിഷൻ വന്നു. എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് വന്നു, ലയബിലിറ്റി വന്നു. എന്താണ് 6% ഡെറ്റേഴ്സ്. ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് എ ആൻഡ് ബി ആർ ടു ബി അഡ്ജസ്റ്റ് ബൈ ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്, യു ഹാവ് ടു ഡു ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. Prepare necessary journal and show necessary ledger account. Prepare the funds. ഫണ്ടാ പേര് എങ്ങനെയായിരിക്കും, ആ പറഞ്ഞ അവരുടെ ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, നേരെ റീവാലുവേഷൻ അക്കൗണ്ടിലോട്ട് പോകുന്നു. റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് ഇവിടെ വരയ്ക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് എന്താണ്, റീവാലുവേഷൻ അക്കൗണ്ട്. ബിൽഡിംഗ് വാസ് വാല്യൂഡ് ₹45,000. ബിൽഡിങ്ങിന്റെ വാല്യൂ 45,000 ആയിട്ട് മാറി, 45,000 ആയിട്ട് മാറി. മീൻസ് 5,000 രൂപ എന്ത് ചെയ്തു, കൂടി. 5,000 രൂപ എന്ത് ചെയ്തു, കൂടിയില്ലേ? യെസ്, 5,000 രൂപ എന്ത് ചെയ്തറേ, കൂടി. ബിൽഡിംഗ് എത്ര, 5,000. ബിൽഡിംഗ് എത്രയുടെ, 5,000. ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്തെ രണ്ട് രീതിയിൽ വരും. ബിൽഡിംഗ് ഈസ് വാല്യൂഡ് ബൈ, ബിൽഡിംഗ് ഈസ് വാല്യൂഡ് ടു, ബിൽഡിംഗ് ഈസ് വാല്യൂഡ് അറ്റ്.
Building is valued by rupees 5,000. Building is valued to rupees 5,000. Building is valued at rupees 5,000. ഈ പറയുന്ന സിറ്റുവേഷനിലൊക്കെ ഈ പറയുന്ന ക്ലോസിംഗ് ബാലൻസ് ഷീറ്റില് ടു അറ്റം വന്നാൽ ഇപ്പൊ ബിൽഡിംഗ് വാസ് വാല്യൂഡ് ടു റുപ്പീസ് 5,000 എന്ന് വന്നാലും അറ്റ് 5,000 എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ വാല്യൂ ഇനി തൊട്ട് അങ്ങനെയാണ്. പുതിയ ബാലൻസ് ഷീറ്റിൽ 5,000 രൂപയായിരിക്കും ബിൽഡിങ്ങിന്റെ വില. ഇനി ബൈ 5,000 എന്ന് പറഞ്ഞാൽ 5,000 രൂപയാണ് എന്ത് വരുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കും. മീൻസ് എന്താണ്? ഇപ്പം 6,000 രൂപയാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ വിലയെങ്കിൽ അതിനോട് 5,000 രൂപയുടെ കൂടും. മീൻസ് 11,000 രൂപ എങ്ങനെ വരും? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സമയത്ത് ഈ പറഞ്ഞ ഏരിയ ഞാൻ പറഞ്ഞായിരുന്നു. ആ പറഞ്ഞ വീഡിയോ ഒന്നും എടുത്ത് നോക്കിയാൽ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആവും. ഓക്കെ, ഞാൻ അതിലോട്ട് പോകുന്നില്ല. കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യനോടൊന്ന് ചെയ്താണ് മൈൻഡ് അപ്പ് ചെയ്യേണ്ടത്. ചായ കുടിച്ചില്ല, തലവേദന. ഓക്കെ, ക്വസ്റ്റ്യൻ. ബിൽഡിങ്ങിനെ വാല്യൂ ചെയ്തു. ദെൻ എ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ടു ബി ക്രിയേറ്റഡ് റുപ്പീസ് 6,000 ഡെറ്റേഴ്സ്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അല്ല, മിഷനറി കേസ് ചെയ്തില്ല. മിഷനറി വാല്യൂ കൂടി കുറഞ്ഞു. 25,000 മിഷനറി 23,000 കുറഞ്ഞു. അപ്പൊ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ഓൾ ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം. 2,000 രൂപ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ലയബിലിറ്റി ആണ് പ്രൊവിഷൻ. 6% ഓൺ ഡെറ്റേഴ്സ് എത്ര? 8,000. 6% എന്ന് പറയുമ്പോൾ 480. ഓക്കെ, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് തമ്മിൽ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അപ്പൊ 5,000 ആയിരിക്കും കൂടുതലും. 2,480 മൈനസ് 5,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2,520 കിട്ടും. This 2,520 has to be shared. ഇതെന്താണ്? റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. Has to be shared among in the ratio of 2:1. 2:1 എന്ന റേഷ്യോയിൽ ആര് വീതിക്കൂടെ? നമ്മളെ പാർട്ട്നേഴ്സ് ആരൊക്കെ? എയും ബിയും കൂടെ വീതിക്കും. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് വരുന്നു. ക്യാപിറ്റൽ അക്കൗണ്ടിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തേണ്ടത്. എന്താ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് അവർ ഉദ്ദേശിച്ചത്. ഞാൻ മറ്റേതാണ് ഉദ്ദേശിച്ചത്. എന്തായാലും കുഴപ്പമില്ല. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ അകത്ത് ക്യാപിറ്റൽ എഴുതുക. ക്യാപിറ്റൽ ബ്രോഡ് ഡൗൺ ചെയ്തു. ക്യാഷ് ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്ന ആര്? ഈ പറയുന്ന 30,000 രൂപയുടെ കൊണ്ടുവന്ന സി എന്ന് പറയുന്ന വ്യക്തി 30,000 കൊണ്ടുവന്നു. ഗുഡ്വില്ലിന്റെ കേസ്, ഗുഡ്വില്ല് കൊണ്ടുവന്ന എൻട്രി ഇല്ലല്ലേ? ഗുഡ്വില്ല് കൊണ്ടുവന്ന എൻട്രി ഇല്ല. അതെന്താണ് ഗുഡ്വില്ല് കൊണ്ടുവന്ന എൻട്രി ഇല്ലാത്തത്? ഗുഡ്വില്ല് കൊണ്ടുവന്ന ക്യാഷ് ആയിട്ടാണ്. അതെവിടെ വരുള്ളൂ? ക്യാഷ് അക്കൗണ്ടിൽ വരുള്ളൂ. പക്ഷേ ക്യാപിറ്റൽ കൊണ്ടുവന്ന എൻട്രി വരും. കാരണം അവിടെ എൻട്രി എന്താണ്? ക്യാഷ് റിലേറ്റഡ് ടു ക്യാപിറ്റൽ ആണ്. ആ ഗുഡ്വിൽ എന്ത് ചെയ്തു? മറ്റേ പുള്ളിക്കാര് ആരാണ്? നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സ് എടുത്തോണ്ട് പോയി. ഓക്കെ, 8,000 4,000 അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണോ അത്രയൊക്കെ അവർ എടുത്തോണ്ട് പോയി. സാക്രിഫൈസിങ് റേഷ്യോ 2:1 ആണ്. 2:1 എടുത്തോണ്ട് പോയി. ദെൻ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ട്? ജനറൽ റിസർവ് ഉണ്ട്. ഇത് ആര് കാത്തു സൂക്ഷിച്ചാണ്? ഓൾഡ് പാർട്ട്നേഴ്സ് കാത്തു സൂക്ഷിച്ചാണ്. അവർക്ക് അവകാശപ്പെട്ടെന്ന് അവരത് എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. അവർക്ക് എടുക്കാം. അവരവരുടെ റേഷ്യോയിൽ അവരത് എടുത്തു. റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അവരതും എടുത്തു. ഓക്കെ, ഇനിയാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത്. ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദിസ് സെന്റൻസ്. He will bring in rupees 30,000 as capital and capitals of A and B are to be adjusted in the profit sharing ratio. എന്റെ ബിന്റെയും ഈ പറയുന്ന ക്യാപിറ്റൽ എത്രയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ ഇപ്പൊ എത്രയാണ്? 2:1:1 ആണ് ഇവരെന്ത് വരുന്നത്? റേഷ്യോ വരുന്നത്. 2:1:1 ആണ് ഇവരെന്ത് വരുന്നത്? റേഷ്യോ വരുന്നത്. ആ റേഷ്യോ അനുസരിച്ച് ഇവരെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ത് ചെയ്യണം?
അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇവരുടെ ക്യാപിറ്റൽ എത്ര രൂപ വരണം ഇനി? നമ്മളുടെ ബാലൻസ് ചെയ്യുമ്പോൾ എത്ര രൂപ വരും? ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ എത്ര രൂപ വരും നോക്കാം. ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 3680ന്റെയും 8840 രൂപയുടെയും കുറവ് വരും. 3680ന്റെയും 8840 രൂപയുടെയും കുറവ് വരും. മീൻസ് ഈ പറഞ്ഞ റേഷ്യോ 2:1:1 ആക്കാൻ വേണ്ടി അത്രയൊരു കുറവ് വരും. ആ പറയുന്ന കുറവ് നമ്മൾ എവിടെ നിന്ന് എടുക്കും എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കറണ്ട് അക്കൗണ്ടിൽ അത്ര എമൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അത്ര എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണേ? അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ജസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കറണ്ട് അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 3680 രൂപയും 8840 രൂപയും മാറ്റുന്നു. എന്തിനു വേണ്ടിയാണ്? ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി മാത്രം. കാരണം അവരുടെ റേഷ്യോ 2:1:1 ആക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അഡ്മിഷൻ ഇത്രയും മതി. ഇത്രയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. അഡ്മിഷനെ പറ്റി പറയാനുള്ളത്. ഞാൻ നല്ല ടയേർഡാണ്. ഓക്കെ, എനിവേ ഇത്രയുള്ള അഡ്മിഷനെ പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം. ആരെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം കാണത്തില്ല. ഒരു സ്പെസിഫിക് പോയിന്റ് എത്തിയപ്പോൾ സാർ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് സംശയം വന്നു, ഓക്കെ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.